അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മഹത്തായ ഇബാദത്തുകളൊക്കെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. കുറ്റമറ്റ ഇബാദത്തുകളായി അല്ലാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. ഇതിനേക്കാൾ ആരോഗ്യത്തോടെ അടുത്ത റമദാനിനെ സ്വീകരിക്കാനുള്ള ആരോഗ്യം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ച ഇതേ ദിവസം തറാവീഹിന് ഞാൻ അബൂദാബിയിലായിരുന്നു. അവിടെ ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശത്ത് പോയവരടക്കം വലിയ വിഷമത്തിലാണ്. അല്ലാഹു സലാമത്ത് കൊടുക്കുമാറാകട്ടെ. നമ്മുടെ കൺമുന്നിലൂടെ മിസൈല് പോകുന്നത് നേരിട്ട് കാണാൻ നിങ്ങൾക്ക് അവസരം കിട്ടിയിട്ടില്ലല്ലോ. എനിക്ക് അതിനൊരു അവസരം കിട്ടി. നിങ്ങൾ കണ്ടുകിട പോണ് അത് കാണാനാണ്. അപ്പൊ അതിൻ്റെ ഇടയിലാണ് വലിയ ബേജാറോടുകൂടെ അവര് ജീവിക്കുന്നത്. ലൈലത്തുൽ ഖദറിനു വേണ്ടിയുള്ള നമ്മുടെ പ്രാർത്ഥനയേക്കാൾ കൂടുതൽ ഈ ഒരു സാഹചര്യത്തിൽ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കേണ്ടത് പ്രവാസികൾക്ക് വേണ്ടിയാവും. കാരണം കേവലം ഇറാഖും ഇറാനും തമ്മിലുള്ള യുദ്ധം പോലെയല്ല. മുമ്പുണ്ടായിരുന്ന യുദ്ധങ്ങളെ അപേക്ഷിച്ച് വലിയ പ്രത്യാഘാതങ്ങൾ നമ്മുടെ നാടുകളിലേക്ക് കടന്നു വരുന്ന യുദ്ധം. ഒന്നും കൂടി പറഞ്ഞ ഓരോ വീടിലെ അടുക്കളയിലേക്കും ഇതിന്റെ ക്ഷീണം വരും. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. എന്റെ ഒരു കൂട്ടുകാരൻ ഉണ്ടങ്ങ് ഗുജറാത്തിൽ, റസാഖ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ. അദ്ദേഹത്തെ ഞാൻ ഫോൺ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉസ്താദേ എന്റെ കട കൂട്ടിയിട്ട് 5 ദിവസമായി. കാരണം ഗ്യാസ് ലഭിക്കുന്നില്ല. നമ്മുടെ നാടുകളിലെല്ലാം പുതിയതായി ബിസിനസ് തുടങ്ങിയവരും അല്ലാത്തവരും ഇതുപോലെ പ്രയാസങ്ങളാണ്. ഇത് നമുക്കെല്ലാം ക്ഷീണം വരും. അല്ലാഹു തആല കാവല് തരട്ടെ. അല്ലാഹു കാക്കട്ടെ. അല്ലാഹു തആല കാക്കട്ടെ. നമുക്ക് അതിനൊരു പരിഹാരമാണ്. ഞങ്ങളിതൊക്കെ ഇങ്ങനെ സന്തോഷത്തിൽ നിൽക്കുന്ന ഇടയിൽ ഇന്നിപ്പോ കുട്ടികൾക്ക് തുണിമുപ്പാടുക്കാൻ പോണം, പെരുന്നാൾ ആഘോഷിക്കാനുള്ള ഓരോരോ തയ്യാറെടുപ്പ്. ഞാനിപ്പോ അങ്ങോട്ട് വന്നപ്പോ ഫൈസലാജിനോട് പറഞ്ഞു, ഉസ്താദ് എനിക്ക് ഒഴിവില്ലെന്ന്. ഭാര്യക്കും കുട്ടികൾക്കും തുണിമുപ്പ എടുത്തിട്ടില്ല. അല്ലാഹു മൂപ്പർക്ക് ആഫിയത്ത് കൊടുക്കട്ടെ. അപ്പൊ അങ്ങനെ എല്ലാവർക്കും ഉണ്ടാവും. ആ കൂട്ടത്തില് നമ്മൾ ആ സന്തോഷത്തിന്റെ ഇടയിൽ യുദ്ധം പറഞ്ഞ് നിങ്ങളെ പ്രയാസപ്പെടുത്തല്ല, അതിനൊരു പ്രതിവിധിയും കൂടെ നമുക്ക് പറയണം. ആരംഭ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പഠിപ്പിക്കുന്ന പ്രതിവിധി, ഇതിനെ എല്ലാം നിയന്ത്രിക്കുന്ന റബ്ബിനോട് നമ്മുടെ സങ്കടങ്ങൾ പറയുക എന്നതല്ല വേറെ ഒരു പരിഹാരം. അത് ട്രംപിനെ ആയാലും ഇസ്രായേലിലെ നേതാവിനെ ആയാലും ഇവരെയൊക്കെ അടക്കി ഭരിക്കുന്ന ഖഹാറായ അല്ലാഹ്, ആ റബ്ബിനോട് സങ്കടം പറയുക. നമ്മുടെ വിഷയങ്ങൾ അല്ലാഹുവിനോട് തുറന്നു പറയുക. അത് കൂട്ടമായിട്ട് പറഞ്ഞാൽ, കൂട്ടത്തിൽ ഒരാളുടെ ആമീൻ സ്വീകരിച്ചാൽ അത് മതിയാവും. അതിനാണ് 27 രാവടക്കമുള്ള ദിവസങ്ങളിൽ ഒറ്റക്കിരുന്ന് വീട്ടിൽ വെച്ച് ദുആയിരക്കുന്നതിന് പകരം നമ്മൾ കൂട്ടമായിട്ടിരുന്ന് ദുആയിരുന്നു. ഇന്നും വന്യരായ സഅദി ഉസ്താദ് അവിടുത്തെ ദുആഇന്റെ സമാപനം ഇസ്ലാമിനെയും ഇസ്ലാമിന്റെ സ്ഥാപനങ്ങളെയും മുസ്ലിങ്ങളെയും ആക്രമിക്കുന്ന സകല തെമ്മാടികൾക്ക് വേണ്ടി, അവരുടെ നാശത്തിന് വേണ്ടി വന്യരായ ഉസ്താദ് ദുആയിരക്കുകയാണ്. എല്ലാ മുസ്ലിമിനോടും നമുക്ക് വെറുപ്പില്ല, അല്ലേലും ആരോടും വെറുപ്പില്ല. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി നിബിതങ്ങൾ അത് പഠിപ്പിച്ചിട്ടുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ ശത്രു, ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവാണ് അബൂജഹൽ. ആ അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി, അദ്ദേഹത്തിന് സുഖല്ല എന്ന് കേട്ടപ്പോൾ പനി പിടിച്ചു എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്
മഹാന്മാരായ സ്വഹാബികൾ എന്ന് പറയുമ്പോ അബൂജഹലിന് സുഖല്ല എന്ന് കേട്ടപ്പോൾ റസൂലുള്ളാഹി തങ്ങള് അബൂജഹലിന്റെ രോഗ സന്ദർശനത്തിന് ഓടിപ്പോവാണ്. എന്തു പറ്റി അബൂജഹലിന്? കാരണം അബൂജഹൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലക്കാരനാണ്, ഇസ്ലാമിന്റെ ശത്രുവാണ്. എന്നിരുന്നാലും അസുഖം ബാധിച്ചു എന്ന് കേട്ടപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓടുമ്പോ ബഹുമാനപ്പെട്ട മലക്ക് ജിബ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം നിശ്ചിതമായ ഒരു ബൗണ്ടറിയിലേക്ക് എത്തിയപ്പോ നബി തങ്ങളോട് പറഞ്ഞു, നബിയെ ഇനി നിങ്ങൾ അങ്ങോട്ട് പോകരുത്, ഇവിടെ നിന്ന് നിങ്ങൾ അങ്ങോട്ട് പോകരുത്. കാരണം അത് അവന്റെ ഒരു വഞ്ചനയാണ്. അവന് ഒരു അസുഖമില്ല, നിങ്ങളെ അവിടേക്ക് എത്തിക്കണം. ആ പോകുന്ന വഴിയിൽ ഒരു വലിയ കുഴി ഒഴിച്ചിട്ട് അങ്ങേ അതിലേക്ക് തള്ളിയിടണമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഇങ്ങനെ ഒരു പനിയുടെ രോഗത്തിന്റെ കിംവദന്തി പരത്തിയത് എന്ന് മഹാനായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട നബി തങ്ങൾ തിരിച്ചിങ്ങോട്ട് മടങ്ങിപ്പോരുന്ന സമയത്ത് അബൂജഹൽ പറഞ്ഞു, മുഹമ്മദേ ഇങ്ങോട്ട് പോകല്ല, നിങ്ങൾ അവിടെ നിൽക്ക് എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി തങ്ങളെ തിരിച്ചു വിളിക്കാൻ വേണ്ടി നബി തങ്ങളെ പിന്നാലെ ഓടുമ്പോ അവൻ മുന്നേ കുഴിച്ചു വെച്ച കുഴിയെ കുറിച്ചുള്ള ധാരണയില്ലാത്തതിനാൽ അവനത് മറന്നുപോയി. കുഴിച്ച കുഴിയിൽ അബൂജഹൽ വീണു എന്നാണ് ചരിത്രം. ഞാൻ പറയുന്നത് അബൂജഹൽ വീണു എന്ന് കേൾക്കുമ്പോ ചിരിക്കാനോ സന്തോഷിക്കാനോ അല്ല, നേരെ മറിച്ച് ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി നബി തങ്ങൾ അവിടെ ശ്രദ്ധിച്ചത്, റസൂലുള്ളാഹി തങ്ങൾ ചിന്തിച്ചത് എന്താ? എത്ര വലിയ ശത്രുവായാലും രോഗിയാണോ ആ രോഗിയെ സന്ദർശിക്കുക. പരിശുദ്ധ ഇസ്ലാമിന് ഒരാളോടും ഉറപ്പില്ല. നമ്മുടെ പ്രാർത്ഥന മുഴുവനും കാവലിന് വേണ്ടി ദ്വായിരക്കുമ്പോൾ അല്ലാഹു തആലയോടാണ് ഞാൻ ചോദിക്കുന്നത്. എന്റെ ഉടമയായ റബ്ബിനോട് അടിമയായ ഞാൻ ദ്വായിരക്കുമ്പോ എന്റെ റബ്ബെന്നെ കൈവിടൂല. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഉദ്ഉല്ലാഹ വഅൻതും മുഖിനൂന ബിൽ ഇജാബ, നിങ്ങൾ അല്ലാഹുവോട് പ്രാർത്ഥിക്കണം. മുഖിനൂന ബിൽ ഇജാബ, ഉത്തരം കിട്ടുമെന്നുള്ള ഉറപ്പോടുകൂടെ, എന്റെ റബ്ബെന്നെ കൈവിടൂല എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടെ നിങ്ങളെ സങ്കടങ്ങൾ പറയാം, നമ്മുടെ വിഷമങ്ങൾ പറയാം, കടമുള്ളവന്റെ കടം വീടാൻ വേണ്ടി റബ്ബിനോട് ആവശ്യപ്പെടാം, ബിസിനസ്സിൽ ബറക്കത്ത് കിട്ടാൻ വേണ്ടി, പ്രതിസന്ധികൾ ഇല്ലാതിരിക്കാൻ വേണ്ടി, രോഗങ്ങളിൽ നിന്ന് സലാമത്ത് ലഭിക്കാൻ വേണ്ടി എല്ലാം നമ്മുടെ റബ്ബിനോട് പറയുമ്പോ എന്റെ റബ്ബെന്നെ കൈവിടൂല എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടെ നിങ്ങൾ ദുആയിരക്കണമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹു നമ്മുടെ ദുആക്ക് ഇജാബത്ത് തരട്ടെ, അല്ലാഹു ദുആക്ക് ഇജാബത്ത് തരട്ടെ. ഞാൻ നമ്മുടെ ഈ പള്ളിയുടെ ഉദ്ഘാടനം തിങ്കളാഴ്ച ഉസ്താദ നടന്നില്ലേ, എന്നോട് ഫൈസലാജി പറയുന്ന പരിപാടി നിങ്ങളൊന്ന് വരുക. ഞാനാണെങ്കിൽ ആചാര്യ ഞായറാഴ്ച ടിക്കറ്റ് എടുത്തു യഹൂദാബി. അദ്ദേഹം പറഞ്ഞു അത് ക്യാൻസൽ ആക്കിയാലേ നിങ്ങൾ വരും. ഞാൻ കേട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്തലോട് കൂടെ മിസൈല് വരാൻ തുടങ്ങി. വേഗം പോയിനേക്കാൾ സ്പീഡ് കേട്ട് വന്നു. അള്ളാഹു കാക്കട്ടെ, ഇതൊക്കെ ചിരിച്ചാൽ മതി. അവിടെയുള്ള അവസ്ഥ ഞാന് അവിടുന്നാണ് പോയി, ഇവിടുന്നാണ് പോയിട്ട് റമദാന്റെ ഒരാഴ്ച മുമ്പ് ഞാൻ അവിടെ എത്തിക്കുന്നത്. പക്ഷെ അള്ളാന്റെ നോക്കിയെങ്കിലും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയില്ല. അവനോട് കൊണ്ടുപോയ ആൾക്കാർ പറഞ്ഞ നോമ്പൊക്കെ ഉണ്ടായിക്കോട്ടെ, എന്നിട്ട് ഇറങ്ങിയാൽ മതി, മനുഷ്യന്മാർക്ക് കൊടുക്കണമെങ്കിലും വേണ്ട മനസ്സിനൊരു തൃപ്തി. റമദാനായാ തോന്നുന്നത്. ഞാൻ വര വർത്താനം കേട്ടിട്ട് അവിടെ ഇങ്ങനെ നിന്ന് 5 നോമ്പ് കഴിഞ്ഞു. ഞാൻ ചോദിച്ചു, പോവല്ലേ നിങ്ങൾക്ക് എന്താ തീരെ അല്ല നടുവിലെ 10 പോകാൻ? നമ്മളെ കഫീൽ പോലല്ലേ, നമ്മളനങ്ങിയില്ല. നടുവിലെ 10 ചെന്നപ്പോഴാണ് മറ്റേ ആൾക്കാർ വരുന്നത്. അരി ഞങ്ങളൊക്കെ മശറിയിൽ വിളിക്കാൻ മതി. ആര് വരുന്നേ? ഈ സെറായിലി വരുന്ന. അമ്മാവ് കാക്കട്ടെ, അല്ല കാക്കട്ടെ. നിങ്ങൾക്കൊക്കെ ഉറക്കാമീൻ പറയണ തോന്നിക്കാത്ത വേറെ തരട്ടെ. നമ്മളിതൊന്നും അറിയില്ല. അല്ലാഹു തആലാന്റെ കാവലല്ലാത്തൊന്നും ഞമ്മക്കില്ല. ചോദിക്കന്നെ, റബ്ബിനോട് ചോദിക്കന്നെ. എന്റെ
ഞാൻ അവിടെ ചെന്നപ്പോ ഒരു കൂട്ടുകാരൻ, കണ്ണൂരിലുള്ള നൂപ്പര്, അദ്ദേഹത്തിന്റെ 11 വയസ്സുള്ള മകളുടെ കാൽമുട്ടിന് ക്യാൻസർ ബാധിച്ചിട്ട് വലിയ വിഷമത്തിലാണ്. ഓപ്പറേഷന് 20 ലക്ഷം രൂപ വേണം. 6 ലക്ഷം ഞാൻ ഇതുവരെ ഉണ്ടാക്കിയത് അവിടെ എത്തിച്ചിട്ടുള്ളൂ. ആ ഓപ്പറേഷന്റെ സന്ദർഭത്തിൽ മോളെ ഒന്ന് സമാധാനിപ്പിക്കാൻ പോലും എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ലല്ലോ. കാരണം ടിക്കറ്റ് കിട്ടാല്ല. അബുദാബിന്ന് ഫ്ലൈറ്റ് പോകുന്നില്ല, ദുബായിന്ന് ഫ്ലൈറ്റ് പോകുന്നില്ല. പിന്നെ ചില ആളുകൾ ഒമാൻ വഴി യാത്ര ചെയ്ത് ഒമാനിൽ നിന്ന് കയറി വരും. അതിനുള്ള സാമ്പത്തിക ശേഷി അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. ദുബായ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെപ്പോലത്തെ ആൾക്കാർ ആമീൻ പറയാലോ എന്ന് മനസ്സിലാക്കി ഞാൻ അദ്ദേഹത്തോട് ഇൻഷാ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ആ കുട്ടിയുടെ രോഗത്തിന് ശിഫ കൊടുക്കണേ, നീ ശിഫ കൊടുക്കണേ അല്ലാഹ്, നീ ശിഫ കൊടുക്കണേ അല്ലാഹ്, നീ സലാമത്ത് കൊടുക്കണേ അല്ലാഹ്. ഉമ്മാന്റെ കണ്ണിന് ക്യാൻസർ ബാധിച്ചിട്ട് കണ്ണിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആ നീര് വറ്റിപ്പോയി. കണ്ണിങ്ങനെ, നമ്മളെ കണ്ണിങ്ങനെ മറിയണമെങ്കിൽ നീര് വേണം. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കണം. ആ വെള്ളം വറ്റിയിട്ട് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. കണ്ണ് തുറക്കുമ്പോ ഈ കണ്ണിന്റെ ഓളയും കണ്ണിന്റെ കൃഷ്ണമണിയും ഒട്ടിപ്പിടിച്ചിട്ട് വേദനിക്കാതെ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അമ്മക്ക് ശിഫ കൊടുക്കട്ടെ, അള്ളാഹു ശിഫ കൊടുക്കട്ടെ. അള്ളാഹുവേ, ഞങ്ങള് പരിചയമില്ലാത്തവർക്കൊക്കെ ദ്വാരക്കുന്നത്, ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു പരീക്ഷണങ്ങൾ കുടുംബത്തിനോ ഞങ്ങൾക്കോ വരാതിരിക്കാനാണ്. നീ കാവലാകണേ റഹ്മാൻ. ഈ പരിശുദ്ധ റമദാനിലെ അവസാനത്തെ ദിനങ്ങൾ ഞങ്ങളിൽ നിന്ന് യാത്ര പോകുമ്പോ അടുത്ത റമദാനിൽ ആരോഗ്യത്തോടുകൂടെ ഞങ്ങൾ ഉണ്ടാകുമോ എന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല. ഞങ്ങളെ കാരണം കൊണ്ട് ഒരു മനുഷ്യന്റെ മനസ്സും നീ വേദനിപ്പിക്കല്ല അല്ലാഹ്. അതിനാൽ ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാഹ്. ബഹുമാനപ്പെട്ട ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി നിബിതങ്ങളെ കാണിച്ച പോലെ ഞങ്ങളെ കൊണ്ട് ഒരാൾക്കും വിഷമം കൊടുക്കല്ലേ റഹ്മാനെ. സ്വഹാബിത്തെ കിറാം പരിശുദ്ധ റമദാനിനെ നിങ്ങൾ എങ്ങനെയാണ് റമദാനിനോട് സമീപിക്കാറുള്ളത് എന്ന് ചോദിക്കുമ്പോ ഒരു മനുഷ്യനോടും വെറുപ്പില്ലാതെ റമദാനിലേക്ക് എത്തിപ്പെടാന് ഞങ്ങൾക്ക് വല്ലാത്ത ആശയും ആഗ്രഹമായിരുന്നു. അതല്ലാത്ത ഒന്നും ഞങ്ങൾക്ക് വരുന്നത് പേടിയാണ്. റമദാൻ വരുമ്പോ ഞങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും ഒരു മുസ്ലിമിനോട് വെറുപ്പുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് ഭയമായിരുന്നു. മനസ്സ് ക്ലിയറാക്കി റമദാൻ പോകുമ്പോഴേക്ക് എന്റെ ആത്മാവിനെയും ശുദ്ധീകരിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് തരട്ടെ. ഇന്നിപ്പോ റമദാനത്തിൽ ഇവിടെ എനിക്കിന്ന് 29ാമത്തെ നോക്കാം. 27 കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്റെ 28 കഴിഞ്ഞു. ഞാൻ ഇനിയിപ്പോ നിങ്ങളൊക്കെ 30 നോക്കുമ്പോ ഞാൻ എത്ര നോക്കണം? 31 നോക്കണം. അതാണ് അതിബളവന്മാർക്ക് അരി അങ്ങാടിയിലെ കാരണം ഞാൻ എവിടുന്ന് തുടങ്ങി? അബുദാബിയിൽ നിന്ന് തുടങ്ങി. നിങ്ങൾ 30 നോക്കുമ്പോ ഞാനും നോക്കണം. ചുരുക്കി പറഞ്ഞാൽ എനിക്ക് 31 കിട്ടും. നിങ്ങൾക്ക് 29 കിട്ടുകയാണെങ്കിൽ നമുക്ക് 30 കിട്ടും. ഏതായാലും ഉസാറ് ഞാൻ തന്നെ. അല്ലാഹു സ്വീകരിക്കണം. ഇന്ന് റമദാൻ തുടങ്ങിയിട്ട് എത്ര റമദാൻ? 27 ദിവസം. ഈ 27 ദിവസത്തിന്റെ ഉള്ളിൽ ആ റമദാൻ തുടങ്ങിയത് മുതൽ ഇന്നത്തെ ദിവസം വരെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് തീർത്തു പറയാൻ നമ്മുടെ കൂട്ടത്തിൽ ആർക്കാണ് ധൈര്യം? കണ്ണുകൊണ്ട്, കാലുകൊണ്ട്, ഹൃദയം കൊണ്ട്, നമ്മുടെ അവയവങ്ങളെ കൊണ്ട് ഞാൻ എന്റെ ജീവിതത്തിൽ ഈ റമദാൻ തുടങ്ങിയിട്ട് ഈ നേരം വരെ ഒരു തെറ്റും റമദാനിൽ ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയാൻ നമ്മുടെ കൂട്ടത്തിൽ ആർക്കാ ധൈര്യം? മനുഷ്യന്മാരെ തെറ്റു പറ്റും. അല്ലാഹു സലാമത്താക്കി തരും. എന്നാ ഈ റമദാനിൽ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറക്കെ പറയാൻ ആർക്കാ ധൈര്യം? ആരാണ്? എനിക്ക് കഴിയും. എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മളാരോടും പറയില്ല. നമ്മളാരോടും പറഞ്ഞില്ലെങ്കിലും നമ്മളെ
ഉള്ളും പുറമൊക്കെ അറിയുന്ന അല്ലാഹു തആലക്ക് അറിയാലോ നമ്മളെ ഹഖീഖത്ത് എന്താണ്. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. കുല്ലുബ്നു ആദം, മനുഷ്യന്മാരൊക്കെ കുല്ലുബ്നു ആദം ഖത്താ, എല്ലാവർക്കും പിഴവ് പറ്റും. നമ്മൾ അമ്പിയാക്കളല്ല, മലായികത്തുകളല്ല. പക്ഷേ വഖൈറുൽ ഖത്താഈന അത്തവ്വാബൂൻ, തെറ്റുപറ്റിയ ആളുകളിൽ നിന്ന് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്നവനാരോ അവരാണ് നിങ്ങളെ കൂട്ടത്തിൽ ഉത്തരവരെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഖേദമുണ്ടാവണം. പറ്റിപ്പോയല്ല പഠിച്ചോനെ. നാട്ടുകാരോട് പറയണ്ട, ഭാര്യനോട് പറയണ്ട, ആരോടും പറയണ്ട, അള്ളാഹിനോട് മാത്രം പറയാം. തെറ്റുപറ്റിപ്പോയല്ല അല്ലാ, പറ്റിപ്പോയല്ല അല്ലാ. ഒരു സങ്കടത്തോടുകൂടെ ഞാനും നിങ്ങളും നമ്മുടെ റബ്ബിനോട് പറഞ്ഞാൽ അത് അല്ലാഹു തആല സ്വീകരിക്കും. സ്വർഗത്ത് പോകാൻ ഒരു പണിയില്ല. നരകത്ത് പോകണമെങ്കിൽ പണി കുറെ എടുക്കണം. സ്വർഗത്ത് പോകാനാണ് എളുപ്പം, നരകത്തിൽ അങ്ങനെ പെട്ടെന്ന് പോകാൻ കഴിയും. അല്ലാഹു കാക്കട്ടെ. 90 വയസ്സ് വരെ ഒരാള് അമുസ്ലിമായി ജീവിച്ചു, ഒരു നന്മയും ചെയ്തിട്ടില്ല. മരിക്കുന്നതിന്റെ ഒരു സെക്കൻഡ് മുമ്പ് അയാൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ചൊല്ലിയാൽ അവരോട് പോകും. വളരെ എളുപ്പമല്ലേ. നരകത്തിൽ അങ്ങനെ പെട്ടെന്ന് പോവില്ല. മുത്ത് റസൂലുള്ളാഹി തങ്ങളുടെ മരുമകനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറയുന്നുണ്ട്, ലൗ അറാദല്ലാഹു അൻ യുഅദ്ദിബ ഉമ്മത മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി തങ്ങളുടെ സമുദായത്തെ അല്ലാഹു തആല എങ്ങാനും ശിക്ഷിക്കണമെന്ന്, നരകം കൊണ്ട് ശിക്ഷിക്കണമെന്ന് റബ്ബിന്റെ തീരുമാനത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ മാ അഅതാഹുല്ലാഹു റമളാൻ, അവർക്ക് അല്ലാഹ് റമളാൻ കൊടുക്കൂലായിരുന്നു. അപ്പൊ റമളാൻ കൊടുത്തെന്തിനാ? കഴിച്ചിലാവാനാണ്. എങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ, എങ്ങനെയെങ്കിലും ഒരൊറ്റ വട്ടം സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലിയ കഴി, സുബ്ഹാനല്ലാഹ് ഒറ്റ വട്ടം ചൊല്ലിയാൽ 1000 വട്ടം തസ്ബീഹ് ചൊല്ലിയ, സുബ്ഹാനല്ലാഹ് ചൊല്ലിയ കൂലി കിട്ടുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അതാണ് ഈ സെക്കൻഡ്. നമ്മളിങ്ങനെ മാസം കാണാൻ കാത്തിട്ടുണ്ടല്ലോ. മാസം കണ്ടാല് പിന്നെ ഈ സുബ്ഹാനല്ലാഹ് ഒന്ന് ചൊല്ലിയ ഒന്നേ കിട്ടും. അതോളം ഒന്ന് ചൊല്ലിയാല് എന്തെങ്കിലും ശരീരം ചൊല്ലിട്ട് പോയി ഒന്ന് ചൊല്ലിയാല് 1000. അതാണ് ഈ നിമിഷങ്ങൾ. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. തൗബ നമ്മൾ ഇന്നലെ ചെയ്തു. ബഹുമാനപ്പെട്ട സയ്യിദ് ഉസ്താദ് സയ്യിദിയ കോളേജിൽ ആദ്യമായിട്ട് സനതെടുത്ത് ആദ്യമായിട്ട് 1 നമ്പർ കാരനാണെന്നാണ് ഞാൻ കേട്ടത്. ശരി തന്നെയല്ലേ? അല്ലാഹു തആല ആഫിയത്ത് കൊടുക്കട്ടെ, അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. MA ഉസ്താദിന്റെ സയ്യിദിയ കോളേജിൽ നിന്ന് ആദ്യത്തെ സയ്യിദി ആരാന്ന് വെച്ചാൽ നമ്മളെ ഉസ്താദ്. 45 കൊല്ലായി ഇവിടെ അല്ലേ? അയിന് ആവും 40 കഴിഞ്ഞില്ലേ ഇവിടെ എത്തിയിട്ട് അല്ലേ? അല്ലാഹു തആല ആഫിയത്ത് കൊടുക്കട്ടെ, അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. അവ തൗബ ഇന്നലെ കഴിഞ്ഞു. ഞാനും ഇന്നലെ പാലക്കാടേക്ക്. അപ്പൊ ഞങ്ങളെ നാട്ടിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ വന്നു, ഉസ്താദെ ഒരു ചെറിയ വിഷമം പറയാനുണ്ട്. അപ്പൊ നോമ്പിന്റെ തൗബക്ക് പോവാണ് 2 ആൾക്കാർ. അതിലൊരാളിങ്ങനെ പോണടി മറ്റവനോട് പറഞ്ഞേടാ, ഏതായാലും തൗബക്ക് പോവല്ലേ, നമ്മള് ദോഷങ്ങളൊക്കെ പൊറപ്പിക്കാൻ പോവാണല്ലോ, അതുകൊണ്ട് ഓണിന്റെ ലാസ്റ്റ് നമ്മൾ ആഴ്ചയല്ലേ തോട്ടത്തിൽ കയറി കണ്ട് ഈ 2 കൂട്ടി എടുത്താലോ, ഏതായാലും തോന്നുമ്പോ അത് കൂടി കൂട്ടിയിട്ട് എന്ത് ചെയ്യാനുണ്ട് ദ്വാരക്കാലോ. അതിന് മറ്റവരോട് ചൂടായി ഇത്ര പെരുമ്പഴല്ലേ 27 ആരാന്റെ കണക്കിൽ അത് തൂമ്പക്ക് പോകുമ്പോ എന്നാണ് മറ്റൊന്നല്ല കൂടെ വെള്ളവും പറഞ്ഞു. ഏതായാലും പറഞ്ഞ സ്ഥിതിക്ക് പോയി വരുമ്പോഴാണ് ഇതാണ് നമ്മളെ തോമ്പ. മറ്റോ പോണീന് മുമ്പ് ചെല്ലി ഒപ്പം പറഞ്ഞു പോയി വരുമ്പോ എന്താക്കാം നമ്മളെ തോപൊക്കെ സ്വീകരിക്കട്ടെ, തോപ സ്വീകരിക്കട്ടെ. മുത്ത് റസൂലുള്ളാഹി തങ്ങള് മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ
വലിയ ഖാദിയരായിരിക്കുമ്പോ ജീവിതത്തിൽ കൂടുതൽ കരയാ മനക്കരുത്തുള്ള ഒരു സ്വഹാബിയാണ് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ്. ആ ഉമർ തങ്ങൾ ഇങ്ങനെ കരഞ്ഞിട്ട് മദീനത്തെ പള്ളിയിലേക്ക് കയറി വന്നു. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, അല്ലോ നിങ്ങൾ മായുബിക്കീക്കയാ ഉമർ, ഓമറെ നിങ്ങൾക്ക് എന്തു പറ്റി? ആ സമയത്ത് ഹബീബായ തങ്ങളോട് ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറഞ്ഞു, നബിയെ വേറൊന്നുമല്ല, ഞാൻ പള്ളിയിൽ കയറി വരുമ്പോ പള്ളിയുടെ വാതിലിന്റെ തൊട്ടടുത്തൊരു ചെറുപ്പക്കാരൻ കരയുന്നുണ്ട്. ആ കരച്ചില് കേട്ടിട്ട് എനിക്കും കരച്ചില് വന്നതാണ്. ബഹുമാനപ്പെട്ട നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി നബി തങ്ങൾ ആ ചെറുപ്പക്കാരനെ കൂട്ടി വരാൻ പറഞ്ഞു. നബി തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല മനുഷ്യ, നിങ്ങളെന്തിന് കരയണം? ഈ സമയത്ത് ചെറുപ്പക്കാരൻ പറഞ്ഞു, നബിയെ ഞാൻ ധാരാളം തെറ്റ് ചെയ്തിട്ടുണ്ട് നബിയെ, ധാരാളം പാപങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് നബിയെ. ആ തെറ്റിനെ കുറിച്ച് ആലോചിച്ച് എന്റെ റബ്ബെനിക്ക് പുറത്തു തരുമോ എന്ന് ആലോചിച്ച് കരയുകയാണ്. എനിക്ക് തൗബയുണ്ടോ നബിയെ? ബഹുമാനപ്പെട്ട നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി ഈ സമയത്ത് നബി തങ്ങൾ പറഞ്ഞു, നീ ചെയ്ത തെറ്റ് എത്ര വലുതായാലും അല്ലാഹു അത് പുറത്തു തരും. ചെയ്ത തെറ്റെന്താണെന്ന് പറയൂ. ഇദ്ദേഹം പറഞ്ഞു, നബിയെ എന്റെ തെറ്റ് അത്രയും വലിയ തെറ്റാണ്. ഭൂമിയേക്കാൾ വലുത്, ആകാശത്തിനേക്കാൾ വലുത്, അർശിനേക്കാൾ വലുത്, കുർസിയിനേക്കാൾ വലുതായ തെറ്റും ചെയ്തുകൊണ്ടാ അങ്ങയോട് ഞാൻ വന്നുകൊണ്ട് സങ്കടം പറയുന്നത്. മഹാനായ ലോകത്തിന്റെ തിരുദൂതർ നബി മുഹമ്മദ് റസൂലുള്ളാഹി മുഹമ്മദ് റസൂലുള്ളാഹി ആ സമയത്ത് നബി തങ്ങൾ ചോദിച്ചു, നിങ്ങൾ ചെയ്ത തെറ്റാണോ വലുത്? ലോകം അടക്കി ഭരിക്കുന്ന രക്ഷിതാവായ അല്ലാഹുവാണോ വലുത്? അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിനേക്കാൾ വലുതായിട്ട് ഒന്നുമില്ലല്ലോ നബി, അല്ലാഹ് തന്നെയാണ് വലുത്. എന്നാ പേടിക്കണ്ട, എത്ര ഭീകരമായ എത്ര വലിയ തെറ്റായാലും അതൊക്കെ പൊറുക്കാൻ വലിയവനായ അല്ലാഹു തആല മാത്രമേ ഉള്ളൂ. അല്ലാഹുവേ, ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ നീ മാപ്പാക്കി, ദോഷങ്ങളൊക്കെ നീ മാപ്പാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ തൗബയും ഞങ്ങളെ തറാവിയും, ഒരുപാട് തറാവി നമ്മൾ നിസ്കരിച്ചിട്ടുണ്ട്. ഒരൊറ്റ റക്അത്തിലും അല്ലാഹ് മാത്രം ചിന്തിച്ച് നിർവഹിച്ച ഒരു റക്അത്തും സാധുക്കളായ ഞങ്ങളെ കൈവശമില്ല. എല്ലാ കുറ്റങ്ങളും പുറത്ത് തെറ്റുകളിൽ നിന്ന് മാപ്പാക്കപ്പെടുന്ന ഇബാദത്തുകളായി ഞങ്ങളെ തറാവീഹിനെ നീ സ്വീകരിക്കണേ. പോരായ്മകളില്ലാത്ത റമദാനായി ഞങ്ങളെ റമദാനിനെ നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങൾ ഇവിടെ കഴിഞ്ഞ വർഷവും നമ്മൾ ഈ പള്ളിയിൽ ഞാൻ എത്തിയിട്ടില്ലെങ്കിലും കോയമ്പത്തൂർ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാരുടെ സഹായത്തോടുകൂടെ ഞങ്ങൾ അവിടെ പള്ളിന്റെ പണിയൊക്കെ തുടങ്ങി. ഇപ്പൊ അൽഹംദുലില്ലാഹ് അതിന്റെ വാർപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. അതൊക്കെ ഒന്ന് പൂർത്തിയാക്കാൻ വേണ്ടി നിങ്ങളൊക്കെ ദുആയിരിക്കണം. അല്ലാഹു ഭാഗ്യം തരട്ടെ. ഞാൻ വലിയൊരു പിരിവൊന്നും നിങ്ങളോടൊപ്പം ചോദിക്കുന്നില്ല. ഞാൻ നിങ്ങൾ ദ്വാരക്കാൻ വേണ്ടിയിട്ട് പറയാം. കാരണം ഇപ്പൊ കൊടുത്ത് എല്ലാം ഇന്നിപ്പോ ഞാന് ഫൈസലാജിന്റെ ആ കടി പോയപ്പോ എത്ര മനുഷ്യന്മാരാണ് കുറിയിട്ടതും കുറിയിടാത്തതും കുരിശ് വരച്ചതും വരക്കാത്തതും മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും എല്ലാവരും പാവങ്ങളല്ലേ. പറ്റങ്ങൾ ഇങ്ങനെ സങ്കടം പറയാം. അല്ലാഹു അവരൊക്കെ സ്വന്തം കബൂലാക്കട്ടെ. നമ്മള് കൊടുത്തത് അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു കബൂലാക്കി തരട്ടെ. അവരെ മനസ്സ് സന്തോഷിപ്പിച്ചേ അല്ലാഹു തആല അവർക്കും വലിയ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളൊക്കെ എപ്പോഴെങ്കിലും സൗകര്യപ്പെടുമ്പോ ആ പള്ളിയിലേക്ക് വേണ്ടത് ഞങ്ങൾക്ക് ഇപ്പം നിലവില് ഒരു 5000 കല്ല് വേണം.
ഒന്നാമത്തെ പടവ് കഴിഞ്ഞ് ഞടിയിൽ ഒന്നാമത്തെ ആ വാർപ്പ് കഴിഞ്ഞ് അടിയിൽ നിന്ന് പടവ് തുടങ്ങണം. 5000 കല്ലാണ് ആവശ്യം. ഞാൻ അതിന് അബുദാബിയിൽ പോയത്. അവിടെ പോയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല, നേരത്തെ ഞാൻ കേട്ടപ്പോ എനിക്ക് കല്ലും മണ്ണും 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 ഞാൻ പോയേ. എന്നത്തെ കല്ലും നോക്കി അവിടെ ഇരുന്നാല് തല അള്ളാഹു കാക്കട്ടെ. ഞാൻ വേഗം പോന്നാണ്. അപ്പൊ അൽഹംദുലില്ലാ ഇന്നലെ പാലക്കാട് പോയി. ഞാനൊരു പള്ളിയിൽ ഇങ്ങനെ വിഷയം പറഞ്ഞപ്പോ ഒരു ജനൽ ഏറ്റെടുത്ത് ചെറുപ്പക്കാരൻ അള്ളാഹു അയാളെ സ്വതക്ക കബൂലാകട്ടെ. 17 ജനലുമാണ്. ഇരുപ്പിന്റെ ജനൽ. ഒരു ജനലിന് 7400 രൂപയാണ്. പിന്നെ ഒരു 10 വാതിൽ വേണം, അടിയിലും മുകളിലും വെച്ച്. അങ്ങനത്തെ ഒരു വാതിലിന് 16 രൂപയാണ്. ഇതൊക്കെ നമ്മളെപ്പോലത്തെ ആൾക്കാരെന്ന് കിട്ടിയിട്ടാണ് നടത്തിക്കൊണ്ടു പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കണം. ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരാളിങ്ങനെ കരുതാണ് സാധാരണ ഇങ്ങനെ ചോദിച്ച് ഇടങ്ങാറാണ്ട. ഞാൻ തരാന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കിവിടെ അള്ളാഹു സലാമത്താക്കി തരട്ടെ. അള്ളാഹു സലാമത്താക്കി തരട്ടെ. അങ്ങനെയല്ലോ. അതിലിപ്പോ 25 സെന്റ് സ്ഥലം. ഇനി 1 ഉറുപ്പ്യ ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ. അല്ല, അയാളെ വക തന്നത്. എന്റെ തൊട്ടടുത്തൊരു ഹൈസ്കൂൾ ഉണ്ട്. കുട്ടികൾക്ക് ജുമാക്ക് പോകണമെങ്കിൽ 1.5 കിലോമീറ്റർ അപ്പുറം പോകണം. എന്നാൽ തന്നെ ആദ്യം കിട്ടുന്ന വണ്ടി മുജാഹിദിന്റെ വണ്ടി. അത് കഴിഞ്ഞിട്ട് സുന്നിപ്പള്ളിക്ക് പോകാൻ പറ്റും. കുട്ടികൾക്ക് ജുമാക്ക് പോയാൽ ക്ലാസ് മുടങ്ങണത് കൊണ്ട് പലകുട്ടികൾ ജുമാക്ക് പോകാനില്ല. അപ്പൊ നമ്മൾ ഓരോട് ഉപദേശിച്ചപ്പോ ഒരു പറഞ്ഞ സ്ഥലങ്ങൾ പ്രതിവിധി പറയും. ഞാൻ ആചാര്യ കണ്ടപ്പോ ആചാര്യ എന്ത് ചെയ്തു? ഒരു 25 സെന്റ് സ്ഥലം, 1 സെന്റിന് 2.5 ലക്ഷം റുപ്യ വരുന്ന സ്ഥലം അയാളെ സ്വീകരിക്കട്ടെ. അയാളെ വാപ്പാക്ക് അതിന്റെ സവാബെന്ന് കൊടുക്കട്ടെ. അവർ അള്ളാഹു സുഖമായി കൊടുക്കട്ടെ. അങ്ങനെ ചർച്ച പറഞ്ഞൊരു 60 ലക്ഷം റുപ്യന്റെ പള്ളിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ 30 ലക്ഷം റുപ്യ ഒരു അറബിന്. ഇനി എന്താ വേണ്ടിയ സ്ഥാനം? ഒന്നും നോക്കിയില്ല, ഒട്ടിട്ട് പോകും. ഇനി ബാക്കി നമ്മൾ എത്ര ഉണ്ടാക്കണം? അത്രേ ഉള്ളൂ. ഉള്ള എളുപ്പാക്കി തീർച്ചയായും. അൽഹംദുലില്ലാ. അപ്പൊ അതിന് പൈസ അറബി തരണമെങ്കിൽ ഫസ്റ്റ് പണി നമ്മൾ എടുത്തുകൊണ്ടിരിക്കണം. 30 ഉറുപ്പ്യ നമ്മളത് ചെലവായി കണ്ടാൽ ബാക്കിയുള്ള പണിക്ക് തരാമെന്നാണ്. അള്ളാഹു അദ്ദേഹത്തിന് വലിയ ബർക്കത്ത് കൊടുക്കട്ടെ. അതിന്റെ ഒക്കെ കൂടുതൽ സന്തോഷ വാർത്ത കൂടിയുണ്ട്. 8 മാസം കൊണ്ട് പള്ളി തീർത്തു കൊടുക്കണം. ഇല്ലെങ്കിൽ 1 ദിവസത്തിന് 1000 റുപ്യ ഫൈന് മർക്കസ് കെട്ടണം. അതുപോലെ വലിയ സന്തോഷം. അള്ളാഹു കാക്കട്ടെ. ഇതൊക്കെ ഇങ്ങനെ എഴുതിട്ട് അപ്പൊ പിന്നെ ബേജാറായിട്ട് ഇങ്ങനെ പോകണം. എന്നോട് പൈസരാജ് പറഞ്ഞിപ്പം വരലിന്നാവാം. ഒരുപാട് വട്ടം ഞാൻ ചോദിച്ചു മുമ്പിലോട് ഒന്ന് വഴിപ്പെട്ട് കിട്ടണ്ടേ. അവസാനം കയ്യും കാലം പൊളിച്ച് ഇങ്ങനെ വരണ്ട അന്നേരങ്ങൾ വരുന്നത്. അപ്പൊ മുമ്പ് ഞങ്ങളെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ ഉസ്താദ്മാരെ കൊണ്ട് കയ്യിലേക്ക് ഞങ്ങളെന്താ ബിരിയാണി വരിക. അതാണ് ആരുള്ള സമ്മതം. സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ ഈ വിഷയമൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടതിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്നത് ഇത്രയെന്നൊന്നും ഞാൻ ആരോടും ചോദിക്കണില്ല. അതിനെ പറ്റിയ മജ്‌ലിസുമല്ല. പക്ഷേ അത് പൂർത്തിയാക്കണം. അതിനാരെങ്കിലും ഒരാൾ തട്ടിത്തടഞ്ഞ് അവിടെ എത്തണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد صلاة عبد قلت عيلته ورسول الله وسيلته وأنت لها يا إلهي ولكل كرب عظيم وفرج عنا ما نحن فيه بسر بسم الله الرحمن الرحيم أرحم الراحمين الملك الملوك يا الله. ഞങ്ങൾക്ക് ഇനി ആഫിയത്ത് നൽകണേ റഹ്മാനെ. ഈമാൻ നൽകണേ റഹ്മാനെ. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ പ്രയാസപ്പെടുത്തല്ല അല്ലാഹ്. ഇവിടെയുള്ള ഞങ്ങളെ ഈ പള്ളി ഇത്രയും ഗംഭീരമായും സുന്ദരമായും നിർമ്മിക്കാൻ ആരൊക്കെ സഹായിച്ചോ, ഇതിന് സ്ഥലമെടുത്തത് മുതൽ ഈ നേരം വരെ ഇതിനോട് ഭാഗവാക്കായ മുഴുവൻ ആളുകൾക്കും നീ വലിയ പ്രതിഫലം നൽകണേ റഹ്മാനെ.
അല്ലാഹുവേ വലിയ പ്രതിഫലം നൽകണേ റഹ്മാനെ. ഞങ്ങൾക്ക് ആത്മീയമായി നേതൃത്വം നൽകുന്ന ഒരുപാട് പ്രവർത്തകരെ വളർത്തിയെടുക്കാൻ നേതൃത്വം നൽകിയ ഒന്നരായ ഉസ്താദിന് ആയിരാരോഗ്യം നൽകണേ റഹ്മാനെ. ഞങ്ങളെ പ്രിയപ്പെട്ട ഹാജിക്കാർക്ക് ആഫിയത്ത് നൽകണേ റഹ്മാനെ. എല്ലാ വിഷമങ്ങളും ഞങ്ങൾക്കെല്ലാം മാറ്റിത്തരണേ അല്ലാഹ്. ചെയ്തു കൂട്ടിയ തെറ്റിന്റെ പേരിൽ താങ്ങാൻ കഴിയാത്ത ഒരു പരീക്ഷണവും ഞങ്ങൾക്ക് നൽകല്ലേ റഹ്മാനെ. ക്യാൻസർ അടുപ്പിക്കല്ല അല്ലാഹ്, ട്യൂമർ നൽകല്ല അല്ലാഹ്, തളർത്തി കളയല്ല അല്ലാഹ്. ഞങ്ങളെ സ്വന്തം കാര്യം പറഞ്ഞ് ഒരാളെ മുമ്പിലും കൈമലർത്തേണ്ട ഒരു ഗതികേട് തരല്ലേ റഹ്മാനെ. നിന്റെ പള്ളിക്ക് വേണ്ടിയാ ഞങ്ങളെ ചോദിച്ചത്. അതൊക്കെ ഞങ്ങളെ സ്വന്തം ആവശ്യത്തിന് ചോദിക്കേണ്ട ഒരവസ്ഥ വിടുന്നതിനെ തൊട്ട് തടയുന്ന കർമ്മമാക്കണേ റഹ്മാനെ. ഞങ്ങളെ ഫോട്ടോസുകൾ, ഞങ്ങളെ വീഡിയോസുകൾ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ വരുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാണുമ്പോൾ ഞങ്ങൾക്ക് വലിയ അഭിമാനമാണ്. ആ സ്ഥാനത്ത് ഞങ്ങളെ ഫോട്ടോ ഒരു ബക്കറ്റിന്റെ മുകളിൽ ഒട്ടിച്ച് അത് ഫേസ്ബുക്കിലേക്ക് ഇട്ട് ഞങ്ങളുടെ കിഡ്നി രോഗം വന്ന് പ്രയാസപ്പെടുന്ന ആളാണ്, ചികിത്സിക്കാൻ സഹായം വേണമെന്ന് പറഞ്ഞു വിടേണ്ട ഒരു ദുരവസ്ഥ ഞങ്ങൾക്ക് ആർക്കും തരല്ല അല്ലാഹ്. ഞങ്ങളെ കിഡ്നിക്ക് കേട് തരല്ല അല്ലാഹ്. ഞങ്ങളെ കടത്തിക്കളയല്ല അല്ലാഹ്, തളർത്തിക്കളയല്ല അല്ലാഹ്. ഞങ്ങളെ കുടുംബത്തെ പട്ടിണിക്കിടല്ല അല്ലാഹ്. താങ്ങാൻ കഴിയാത്തൊരു മുസീബത്ത് ഞങ്ങൾക്ക് തരല്ലേ റഹ്മാനെ. ഇപ്പോൾ ലോകത്ത് അനുഭവിക്കുന്ന വിഷമത്തിന് നീ പരിഹാരം നൽകണേ റഹ്മാനെ. നീ പരിഹാരം നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ നാടിനെ നീ പട്ടിണിക്കിടല്ലേ റഹ്മാനെ. ഇന്ത്യ രാജ്യത്തെ സംസ്ഥാനങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള മനുഷ്യന്മാരുണ്ടെന്ന് തമിഴ്നാട്ടിലാണെന്ന് എന്റെ ഉസ്താദ് പൊതുവേ പറയും. ആ നാട്ടിലും ഞങ്ങളെ നാടുകളിലൊക്കെ നീ ഖൈറാത്ത് നൽകണേ റഹ്മാനെ. ഷർറുകൾ നീ തട്ടി നീക്കണേ അല്ലാഹ്. ഞങ്ങളെ ഭരണാധികാരികൾക്ക് കാര്യബോധം നൽകണേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ മക്കളെ നന്നാക്കണേ അല്ലാഹ്. സ്നേഹമുള്ള മക്കളാക്കണേ അല്ലാഹ്. വിദ്യാസമ്പന്നമായ മക്കളാക്കണേ അല്ലാഹ്. ദീനിന് ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാഹ്. ഹയാത്തുള്ള കാലത്തോളം ദർസ് നടത്താനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. ഇൽമുമായി ബന്ധപ്പെടുന്നവരാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്ന് നിസ്കരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളാരെയും നീ കടത്തിക്കളയല്ലേ റഹ്മാനെ. ഞങ്ങളെ ഈമാനിനെ കവർന്നെടുക്കല്ലേ റഹ്മാനെ. ഞങ്ങളെ മരിച്ചുപോലെ ഞങ്ങളെ വാപ്പാരുണ്ട് കബറില്, ഉമ്മാരുണ്ട് കബറില്, സ്നേഹിതന്മാരുണ്ട് കബറില്. അവർക്കൊക്കെ നീ സ്വർഗം കൊടുക്കണേ റഹ്മാനെ. അവർക്ക് സ്വർഗം കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളെ പൊന്നുപ്പാക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. ഹയാത്തുള്ള ഞങ്ങളെ ഉമ്മാരുണ്ട്, ഹയാത്തുള്ള ഞങ്ങളെ ഇഷ്ടക്കാരായ ഒരുപാട് മനുഷ്യന്മാരുടെ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. ദീർഘായുസ്സ് കൊടുക്കണേ റഹ്മാനെ. ജീവിതത്തിന് എപ്പോഴെങ്കിലും അവർക്ക് ഇഷ്ടമില്ലാത്ത വല്ല വാക്കും ഞങ്ങളെ നാവിലൂടെ വന്നിട്ടുണ്ടെങ്കിൽ, പെരുമാറ്റത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ, മഹലായ ഫദ്ല് കൊണ്ട് നീ അത് മാപ്പാക്കി തരണേ റഹ്മാനെ. നീ മാപ്പാക്കി തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ നീ ഇഷ്ടപ്പെട്ട അടിമകളാക്കണേ അല്ലാഹ്. ആര് ഞങ്ങളെ കൈവിട്ടാലും ഒറ്റപ്പെടുത്തിയാലും കുറ്റപ്പെടുത്തിയാലും മാറ്റി നിർത്തിയാലും റബ്ബായ നീ നിന്റെ റഹ്മത്തിലേക്ക് നീ അടുപ്പിക്കണേ റഹ്മാനെ. ബിഹഖ് സയ്യിദനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. കാമില ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഹബീബായ തങ്ങളെ കണ്ട് ഒരു മനുഷ്യന്റെയും ഹക്കടപാട് ബാക്കിയാവാതെ, ഒരു രൂപ പോലും കടമില്ലാതെ, ഒരു മുഅ്മിനായ മനുഷ്യന്റെയും പൊറുപ്പില്ലാതെ, ഒരാളോടും കടപ്പാട് ബാക്കിയാവാതെ നിന്നെ കാണാൻ ഭാഗ്യം ലഭിക്കുന്ന യഥാർത്ഥ ആരിഫീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. മുഖറബുകളായ ഔലിയാക്കളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. സാബിഖീങ്ങളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم
وتب علينا إنك أنت التواب الرحيم واغفر لنا يا غفار المذنبين آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين ദ്വാരക്കാവുന്ന വസിയത്തോടെ പറഞ്ഞ വാക്ക് കൂടി പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ എന്ന അഭ്യർത്ഥനയോടെ وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله